ഇതാരാണെന്ന് മനസ്സിലായോ? നമ്മുടെ ഇപ്പോഴത്തെ വലിയ കുഞ്ചപ്പൻ. അന്നവൻ കുഞ്ഞു കുഞ്ചപ്പനായിരുന്നു. ഇതിലും മോശമായ അവസ്ഥയിലാണ് അവൻ എൻ്റെ അടുത്ത് വരുന്നത്. ക്ഷീണിച്ച് എല്ലരിച്ച് വന്ന് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഫോട്ടോയാണ് ആദ്യം കണ്ടത് കേട്ടോ. പള്ളിയിൽ ആരോ അവനെ ഉപേക്ഷിച്ച് പോയതാണ്. അവിടെ നിന്ന് രക്ഷിക്കാനൊരു ശ്രമം നടത്തി ഞാൻ. അവിടെ നിൽക്കുന്ന ഒരാളോട് പറഞ്ഞു, ഒന്ന് എനിക്ക് അവനെ എടുത്ത് തരാമോ എന്ന് ചോദിച്ചു, മതിലിൻ്റെ ഇപ്പുറത്തേക്ക്. പക്ഷേ ആ ആളെ അവൻ കടിക്കാനായിട്ട് ചെന്നു. ചീറ്റിക്കൊണ്ടപ്പോൾ അങ്ങേർക്ക് പേടിയായി. ഇപ്പം പറഞ്ഞൊന്നും വേണ്ട, എടുക്കണ്ട, അവനോട് നിൽക്കട്ടെ, എപ്പോഴായാലും അവൻ എൻ്റെ അടുത്തേക്ക് വരുമായിരിക്കും, കുറച്ചും കൂടി വലുതാകുമ്പോൾ ചാടി വരും. പക്ഷെ അതുവരെ അവന് ആര് ഭക്ഷണം കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങോട്ട്. പള്ളിയിലേക്കൊക്കെ നമ്മളെങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുക? അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് എപ്പോഴും വിഷമിച്ചുകൊണ്ടേയിരുന്നു. ദിവസങ്ങളെല്ലാം കടന്നുപോയി. പക്ഷേ അവൻ ആരോ ഭക്ഷണം കൊടുത്തു പള്ളിയിൽ. അവിടെ കുറേ ജോലിക്കാരൊക്കെ ഉണ്ട്, അവർ ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവൻ പുറകുവശത്തുള്ള പുഴയുടെ സൈഡിൽ കൂടി എങ്ങനെയൊക്കെയോ അവരുടെ ഗേറ്റൊക്കെ കടന്ന് ഇവിടേക്ക് എത്തി. അങ്ങനെ അവൻ എൻ്റെ പ്രിയപ്പെട്ടവനായി മാറി. ഇപ്പോൾ നമ്മുടെ വലിയ ഗുണ്ടപ്പനായി മാറി. എന്നും ഇവിടെയുണ്ട്, പുറത്തേക്ക് എവിടെയും പോവില്ല. എനിക്ക് പേടിയാണ്. പഴയ പൂച്ച ഇവനെപ്പോൾ തന്നെ നമ്മുടെ പഴയ കുഞ്ചപ്പൻ വണ്ടിയിൽ ആക്സിഡൻറ്റ് പറ്റി നമ്മളെ വിട്ടു പോയതാണ്. അതുകൊണ്ട് ഇവൻ എവിടെയും പോവല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇതുവരെ പക്ഷേ ഞാൻ എവിടേക്കും പോയിട്ടില്ല കേട്ടോ. ഈ നമ്മുടെ മതിൽ കടന്ന് ഒരു സ്ഥലത്തേക്കും തൊട്ടടുത്ത പറമ്പിലേക്കല്ലാതെ റോഡിലേക്കൊന്നും അവൻ പോകാറില്ല. അവൻ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം.